വള എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, അബു സലീം ചേട്ടൻ, രവീണ രവി. ഹായ് ധ്യാനെ, ഇന്നലെ ബേസിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി പോയിട്ട് പ്രസംഗിച്ച് മിന്നടിച്ചിട്ടുണ്ട്. ധ്യാനെ കണ്ടില്ല. അല്ല, എനിക്ക് ഇതിന്റെ പ്രൊമോഷനിലുണ്ടും പിന്നെ വേറൊരു ഷൂട്ട് ഇന്നല്ലേ പ്രൊമോഷൻ വിളിച്ചിരുന്നു, പോകാൻ പറ്റിയില്ല. ശരിക്കും എന്താണ് പോകാത്തത്? അല്ല, ശരിക്കും ഷൂട്ടുള്ളതുകൊണ്ടോ പോകത്ത്? സത്യമാണോ? വിശ്വസിക്കട്ടെ. അപ്പോൾ ബേസിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹീറോ ആണ്. ഫേസ്ബുക്കിലൊക്കെ ബേസിൽ പണ്ട് നിയമസഭയുടെ മുമ്പിൽ പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല, സമയം കിട്ടിയില്ല. ഇതൊക്കെ ചുമ്മയാണ് കേട്ടോ, ഇതെല്ലാം കണ്ടതാണ്, കമന്റും പറഞ്ഞതാണ്, പക്ഷെ ഇതിന്റെ മുന്നിൽ പറയില്ല എന്നേ ഉള്ളൂ. എന്താണ് വള? പെട്ടെന്ന് ചോദ്യം പ്രതീക്ഷിച്ചില്ല. വള ഈ ടൈറ്റില് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു വള കാരണം ഉണ്ടാവുന്ന ഒരു വള. പണ്ടത്തെ നമ്മുടെ മറ്റേ പൊന്മുട്ടയിടുന്ന താറാവൊക്കെ ഒരു മാലയാണല്ലോ എൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ. ഇപ്പൊ വളയാണ് ഈ പടത്തിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളയാണ്. വള വള്ളിയാവോ? ഈ വളയോട് അനുബന്ധിച്ചെല്ലാം വള കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ഒരു ബേസ്. ഇത്രേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കൂടുതൽ ലുക്മാൻ, എനിക്ക് തോന്നുന്നു ലുക്മാനെ പ്രൊമോഷൻ നമ്മൾ പെരുമാനിയിലാണ് അവസാനം കണ്ടത്. പടം ആലപ്പുഴ ജിംഖാന കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. നിങ്ങൾക്ക് ആ സ്പോർട്സ് എന്നൊക്കെ മാറി നിന്നിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു ഭാവമൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് പടം രസമുള്ള പടമായിരുന്നു. ഇതിലെന്താണ് പരിപാടീസ്? ഭാനുപ്രകാശ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു പോലീസുകാരനാണ്. ഇയാളൊരു ലൈഫിൽ ഉണ്ടാവുന്ന ഈ വള വരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ വളവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഭാനുപ്രകാശിൻ്റെ ഒരു ട്രാവലാണ് സിനിമയുടെ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ സെയിം ടൈം തന്നെ ഇപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ആണെങ്കിലും വിജയരാഘവൻ ചേട്ടൻ്റെ ആണെങ്കിലും എല്ലാവരും ഈ വളയാണ് സെൻട്രൽ പരിപാടി, വളയാണ് നായകൻ. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിണ്ടാവുന്ന ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഭാനുപ്രകാശ്. ചേട്ടാ, എനിക്ക് തോന്നുന്നു അന്വേഷണത്തിന്റെ തുടക്കത്തിലാണ് ഞാൻ അവസാനം കണ്ട സിനിമ അതാണ് തോന്നുന്നത് ചേട്ടൻ്റെ പടങ്ങളിൽ. ഇതിൽ എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്? ഇതിൽ പലരും ഉണ്ട്, ഇപ്പൊ ധ്യാൻ ഉണ്ട്. അപ്പൊ നമുക്കിത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും എന്നുള്ളത്. വളരെ ചുറ്റിപ്പറ്റിയല്ലേ ലുക്മാൻ എന്ന ക്യാരക്ടറിന്റെ ഭാഗത്ത് ചുറ്റിപ്പറ്റിയിട്ടാണ് എൻ്റെ ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വില്ലനൊന്നുമല്ല, എന്നാൽ ഒരു ഫാമിലി മാനാണ്. ബാക്കി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ് ഞാൻ കഥ പറഞ്ഞു. കാരണം ലുക്മാനായിട്ടുള്ള അടുപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോലീസുകാരനാണ്. പോലീസുകാരൻ എനിക്ക് ഒരു സെക്യൂരിറ്റി തരുന്ന കോർട്ട് ഓർഡർ പ്രകാരം സെക്യൂരിറ്റി ആയിട്ട് വരികയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം കുറച്ചുണ്ട്, അതിലുള്ള കാര്യങ്ങളൊക്കെ അതാണ് സബ്ജക്റ്റ്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളൊക്കെ വേറെയാണ്. ഇവര് കുറെ ഷൂട്ട് ചെയ്ത് അതൊന്നും ഇല്ല ഇവരുടെ ജീവിതം ഉണ്ട്, കുറെ എടുത്തു പോയി ജീവിതം. പുള്ളി അവരൊക്കെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സീരിയസ്ലി കോമ്പിനേഷൻ സീന് പറഞ്ഞ ദിവസം തന്നെ ധ്യാനം മറക്കാൻ പറ്റൂല. അതെന്തായിരുന്നു? ഞാൻ അബൂക്ക് എന്നെ ചവിട്ടി വാങ്ങിച്ചിട്ട് തെറിച്ചു പോകുന്ന പ്രതീക്ഷിച്ച്, പക്ഷെ ചവിട്ടിയത് ഇവനായി ഒരു കാര്യമില്ലാണ്ട് അറിയില്ലല്ലോ. എന്റെ കയ്യിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്ന് രാത്രി ഞാൻ തലോടി ഇവനെ ഒന്ന് ഓർത്തിട്ടേ കിടക്കാറുള്ളൂ. സംഭവം ഇവൻ ജിംഖാന കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. ഇവന് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പവറില ആശാ നിക്കുന്നത്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നീ ഒന്ന് അടിച്ചു നോക്ക്, ഒന്ന് ചവിട്ടി നോക്ക്. ഇവൻ ജസ്റ്റ് ഫൈറ്റ് ആയിരുന്നു. ഫൈറ്റിനിടയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അല്ലേ, കാണൊന്നുമില്ല. ശരിക്കും ആ ഷോട്ട് അങ്ങനെ അല്ലായിരുന്നു. ശരിക്കും ഡയറക്ടറിനോട് ഒന്ന് പറഞ്ഞു, ഷോട്ട് തെറ്റിച്ച് വെച്ചതാണ്. ഡയറക്ടറിനോട് പറഞ്ഞു, ലുക്കു ഇപ്പൊ ചോട്ടി പോലെ ചോട്ടിട്ട് കാര്യമില്ല, ടച്ച് കറക്റ്റ് കിട്ടണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ടച്ച് കൊടുത്തിട്ടുള്ളൂ. ഒന്നും കിടന്നില്ല, ഞാൻ കിടന്നു വരില്ല. ഇവനൊരു ചവിട്ടി ചവിട്ടിട്ട് തീർച്ചയായിട്ടും ഒറ്റ കയ്യില് കുത്തിയതാ, കൈ കുത്തിയതാ, ഇവിടുന്ന് അങ്ങ് പൊട്ടി. രാജേട്ടനോട് പറഞ്ഞത്, ലുക്കു എനിക്ക് ഇന്നൊരു സ്ഥലം വരെ ഒരു ഷൂട്ടുണ്ട്, വരക്ക് ഇവിടുന്ന് എങ്ങനെയും പോകും, നിനക്ക് എന്ത് ചെയ്തുതരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ വേറൊരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറൊക്കെയാണ് ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതെങ്ങനെ അരമണിക്കൂർ സിനിമയ്ക്ക് കൊടുക്കുന്നത്? സിനിമല്ല, പരസ്യമായിരുന്നു. അതിനകത്ത് ഈ പടത്തിനകത്ത് ഹാഫ് സ്ലീവ് ആയിരുന്നു. അപ്പൊ ഇതിൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂറ്റി പോകും, പിന്നെ ഷർട്ട് ഇടാൻ പറ്റില്ല. മറ്റേ ഫുൾ സ്ലീവ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, അത് പരസ്യം ചെയ്യാൻ പറ്റി. ആക്ച്വലി ഞാൻ അത് കൈ പൊട്ടിയിട്ട് ആകെ ടെൻഷനായി പോയി. രാജേട്ടൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി.
അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ആയിട്ടാണ് ഞാൻ അപ്പൊ റൂമിൽ വന്നിട്ട് പറഞ്ഞ റൂമിൽ കാണാൻ കൈ ഒടിഞ്ഞ് ഞാൻ ഇവൻ ചുറ്റും നോക്കി, ഇവനെ കാണാനില്ല ഏരിയയില്. അല്ലേ നോക്കി നേരത്തെ ആംബുലൻസിൽ കയറിയിരുന്നു. അങ്ങനെ റൂമിൽ ഞാൻ ചെന്നു. റൂമിൽ എന്നിട്ട് പറയണല്ലോ, പക്ഷെ എന്താ മോശമായി ഭയങ്കര വിഷമായി പോയി, കൈ പൊട്ടിയല്ലോ, സംഭവം എന്റെ തെറ്റല്ലെങ്കിലും. അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ ചെന്നിട്ട് പറഞ്ഞു ധ്യാൻ ബ്രോ സോറി, അറിയാതെ അപ്പത്തെ ഒരു അറിയില്ല എങ്ങനെ സംഭവിച്ചെന്നല്ല. അവനോട് ഒരു പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യൻ അത് ഞാൻ പറഞ്ഞേ. പ്രൊഡ്യൂസർ ഇരിപ്പുണ്ട് കേട്ടോ. അല്ല, അത് അവനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇടക്ക് വാരഫലമൊക്കെ നോക്കുന്ന. അപ്പൊ ആ മാസം ഒന്നും കിട്ടാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. കറക്റ്റ് ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടി, സന്തോഷമായി. തീർന്നു. ഇനി വേറെ വിഷയങ്ങൾ ഉണ്ടാവില്ല. രവീണ ശരിക്കും ശ്രീചേച്ചിയുടെ മോളാണെന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാവുന്നുള്ള രവീണ. ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. ഈ അഭിനയത്തിൽ നമ്മൾ മലയാളത്തിൽ 1-2 എണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. ആസാദി ഇപ്പോൾ ലാസ്റ്റ് റിലീസ്. നയൻതാരയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത കാര്യം പറയുമ്പോഴാണ് അമ്മയും മകളും നയൻതാരയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഓർക്കുക. ലവ് ആക്ഷൻ ഡ്രാമയിൽ നയൻതാരയ്ക്ക് വേണ്ടി ഡബ് ചെയ്തില്ലേ? ഇതിലെന്താണ് സംഭവം? വള തന്നെയാണ് മെയിൻ. കഥ എത്രത്തോളം പറയാന്ന് അറിയില്ല. സോ നോക്കുകയാണ്, ഒന്നും പേടിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന്. സിനിമ ഇറങ്ങിയിട്ട് നീ കണ്ടാലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ധ്യാന്റെ പേരായിട്ടാണ് ഭാര്യയായിട്ടാണ്. അപ്പൊ വിഷയമില്ല, മാന്യമായിട്ടായിരിക്കും സമീപിക്കുക. ഒരർത്ഥമില്ല, വീണയുടെ ലെവലിലേക്ക് ഈ വീണ അടുത്തിരിക്കണോണ്ടോ? ഈ വീണ അടുത്ത് ഇവിടുന്ന് എണീറ്റ് പോകാൻ പറയും. അതുകൊണ്ടാണ് ലോക്കൽ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ധ്യാന, ഈ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം വിജയിച്ചു, എന്ത് പറ്റി അങ്ങനെ? അതൊരു വലിയ ചോദ്യം. ഓടിയാലും പ്രശ്നം, ഓടിയാലും പ്രശ്നം. ഓടിയാലും ഇപ്പൊ ഭയങ്കര പ്രശ്നം. ഓടിയെല്ലാരും അത്ഭുതം. അല്ല, അത് സംഭവിച്ചു. അല്ല, അത് അവർക്കത് വിജയിപ്പിക്കാൻ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭാഗമായി എന്നുള്ളതാണ്. കാരണം എന്നെ സോഫി ചേച്ചി വിളിക്കുന്നത് വേറൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരു യൂണിവേഴ്സിൽ ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കുന്നുണ്ടെന്ന്, അതിന്റെ തുടക്കം ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞ എന്നോട് ജസ്റ്റ് ഒരു കഥ പറഞ്ഞു. ശരിക്കും കേട്ടോ? ചേച്ചി അന്ന് പറഞ്ഞൊരു ഐഡിയ അത് മതി. പിന്നെ പുതിയ പിള്ളേരായിരുന്നു അവര് ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒന്ന് കേട്ടേ പറ്റൂ, നിർബന്ധിച്ച് പിടിച്ചിരുത്തി അത് കേൾപ്പിച്ചു. അപ്പൊ അത് തരക്കേടില്ലാതെ അത്യാവശ്യം നന്നായി പോയി. അതിന്റെ ഉള്ളിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു നല്ല രസമുള്ളൊരു ടെമ്പോ ഉണ്ടായിരുന്നു ആ പടത്തിന്. നമ്മൾ ക്യൂരിയസ് ആയിരുന്നു, എന്താണ് അടുത്ത് എന്നുള്ളൊരു സാധനം. വലിയ ഭയങ്കര ട്വിസ്റ്റും സംഭവമൊന്നും ഇല്ലെങ്കിലും ആ ഒരു സാധനം ഇല്ല, അതിങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ അങ്ങനെയുള്ള സെലക്ഷൻസ് നടത്തുന്നുണ്ട്. അത് സെലക്ട് ചെയ്തല്ല, ഇതൊക്കെ ഇത് സിനിമ ആയിക്കോട്ടെ, നമ്മള് ഇതുപോലെ ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരിലും നമ്മളെ സെലക്ട് ചെയ്യുന്നു, നമ്മളതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല. ഇത് ശരിക്കും എത്ര ദിവസമാണ് ധ്യാൻ ഉണ്ടായിരുന്ന ഷൂട്ട്? ഇതെനിക്ക് 15 ദിവസം ഉണ്ടായിരുന്നു, പക്ഷെ 25 ദിവസത്തിൽ തീർന്നല്ലേ. അല്ല, ആക്ച്വലി ധ്യാൻ എത്ര ദിവസമാണ് കൊടുക്കുന്നത്? ധ്യാൻ ശരിക്കും സിനിമയ്ക്ക് കൊടുക്കുന്നത് 2 ദിവസം 3 ദിവസം ഒക്കെയാണ് സാധാരണ ഡിവൈഡ് ചെയ്ത് ഡേറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് കുറച്ചധികം തല്ലൊക്കെ വാങ്ങിക്കാനുണ്ട്. നല്ല അടി കിട്ടി 2 മാസം